വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന പാഠമാണ്. ലെറ്റ് us റീഡ്. നമുക്ക് വായിക്കാം. There were 4 friends. അവിടെ 4 കൂട്ടുകാരുണ്ടായിരുന്നു. There were 4 friends. സർക്കിൾ, വൃത്തം. സ്ക്വയർ, സമചതുരം. ട്രയാങ്കിൾ, ത്രികോണം. ആൻഡ് റെക്റ്റാങ്കിൾ, ദീർഘചതുരം. 4 പേരായി. സർക്കിൾ ആരാ? ആ വട്ടത്തിലിരിക്കുന്ന കണ്ടില്ലേ, ആ മഞ്ഞ നിറത്തിരിക്കുന്നത്, ഇറ്റ് ഈസ് ദ സർക്കിൾ. സ്ക്വയർ, ചുവന്ന നിറത്തിലുള്ളത്. സമചതുരം, വശങ്ങളെല്ലാം ഒരേ നീളമാണ്. ട്രയാങ്കിൾ, 3 വശങ്ങളുള്ള ആ നീല നിറത്തിലുള്ളതാണ് ട്രയാങ്കിൾ. ആൻഡ് റെക്റ്റാങ്കിൾ, നീളം കൂടിയ വശമുള്ള ചതുരം. ഒരു വശം നീളം കൂടിയും 2 വശങ്ങൾ നീളം കൂടിയും 2 വശങ്ങൾ നീളം കുറഞ്ഞിരിക്കും ദീർഘചതുരത്തിൻ്റേത്. അതാ റെക്റ്റാങ്കിൾ. അതിന് പച്ച നിറ കൊടുത്തത് ഇത് കണ്ടേ. വൺ ഡേ ദയർ ബിഗാൻ എ ഫൈറ്റ് ബിറ്റ്വീൻ ദ ഫ്രണ്ട്സ്. ഒരു ദിവസം ഫ്രണ്ട്സ് തമ്മിലൊരു മത്സരം തുടങ്ങി. വൺ ഡേ ദർ ബിഗാൻ എ ഫൈറ്റ് ബിറ്റ്വീൻ ദ ഫ്രണ്ട്സ്. ഈ സുഹൃത്തുക്കൾക്കിടയിൽ ഒരു മത്സരം ഉണ്ടായി. ഈച്ച് ഓഫ് ദം സെറ്റ്, ഓരോരുത്തരും പറഞ്ഞു ദേ വേർ ദ ബെസ്റ്റ്. അവരവരുടെ കാര്യം അവരോട് തന്നെ പറഞ്ഞു, ഞാനാ മിടുക്കൻ. ഓരോരുത്തരും പറഞ്ഞു ഞാനാണ് നല്ലതെന്ന് ഓരോരുത്തരും പറഞ്ഞു. സർക്കിൾ പറഞ്ഞു, വൃത്തം പറഞ്ഞു, ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും നല്ല പുള്ളി, ഏറ്റവും മിടുക്കൻ അല്ലേ എന്നാ പറഞ്ഞു. ഐ ആം റൗണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ, ഞാൻ കണ്ടില്ലേ നല്ല റൗണ്ടാണ്. ഐ ആം റൗണ്ട്, സർക്കിൾ റൗണ്ട് അല്ലേ, സൈക്കിളിൻ്റെ ചക്രം പോലെ, നല്ല പപ്പടം പോലെ. ഐ ആം റൗണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ, എന്നെ കാണാനും വലിയ ഭംഗിയാണ്. ഐ ഹാവ് നോ ഷാർപ്പ് എഡ്ജസ്, എനിക്ക് മുനയുള്ള വശങ്ങളൊന്നുമില്ല, മൂലയൊന്നുമില്ല. ദർ വർ നോ ഷാർപ്പ് എഡ്ജസ്, എനിക്ക് മുനയുള്ള അരികില്ല. ചിൽഡ്രൻ യൂസ് മീ ടു ഡ്രോ എ സ്മൈലിംഗ് ഫേസ്. കുട്ടികൾ എന്താ ചെയ്യുന്നത്? ദേ യൂസ് മീ, എന്നെ ഉപയോഗിക്കുന്നു. ടു ഡ്രോ എ സ്മൈലിംഗ് ഫേസ്, ചിരിക്കുന്ന മുഖം വരയ്ക്കാൻ കുട്ടികൾ എന്നെ ഉപയോഗിക്കുന്നു. There are so many beautiful things in my shape. There are so many beautiful things. ഒരുപാട് ഭംഗിയുള്ള വസ്തുക്കളുണ്ട്. ഇൻ മൈ ഷേപ്പ്, എൻ്റെ ഷേപ്പിൽ. ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും മിടുക്കൻ, ഏറ്റവും നല്ലത് എന്ന് സർക്കിൾ പറഞ്ഞു. അവരെന്ത് ചെയ്തു? ദേ റെഫ്യൂസ് ടു എഗ്രി അല്ലേ. ദ റെഫ്യൂസ് ടു എഗ്രി വിത്ത് ദ സർക്കിളിനോട് അവർ യോജിച്ചില്ല. അവർ വിയോജിച്ചു എന്നാ, റെഫ്യൂസ് ചെയ്ത് നിരസിച്ചു. സ്ക്വയർ ദെൻ സെറ്റ്, എന്നിട്ടോ ചതുരം പറഞ്ഞു, സമചതുരം പറഞ്ഞു. ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും മിടുക്കൻ കേട്ടോ. ഐ ഹാവ് 4 sides, എനിക്ക് 4 വശങ്ങളുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദം ആർ ഈക്വൽ, ആ 4 വശങ്ങളും തുല്യ അളവുള്ളവയാണ്. ഇൻ സൈസ്, വശങ്ങളെല്ലാം ഒരേ വലിപ്പത്തിലുള്ളവയാണ്. ചിൽഡ്രൻ ഈറ്റ് മെനി സ്വീറ്റ്സ് വിച്ച് ആർ സ്ക്വയർ ഇൻ ഷേപ്പ്. കുട്ടികളാണെങ്കിൽ ഇതുപോലെ എൻ്റെ ഷേപ്പുള്ള ഒരുപാട് സ്വീറ്റ്സിന് തിന്നുന്നു. ചിൽഡ്രൻ ഈറ്റ് മെനി സ്വീറ്റ്സ് വിച്ച് ആർ സ്ക്വയർ ഇൻ ഷേപ്പ്. സമചതുരത്തിലുള്ള മുട്ടായികളൊക്കെ പിള്ളേർ തിന്നുന്നുണ്ടേ. ഐ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ, ഞാൻ എന്നെ കണ്ട ഭയങ്കര ഭംഗിയല്ലേ. ഐ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ഐ ആം ദ ബെസ്റ്റ്, അതുകൊണ്ട് ഞാനാണ് ബെസ്റ്റ് എന്ന് ആരാ പറഞ്ഞേ? സമചതുരം പറഞ്ഞു. സമചതുരം പറഞ്ഞ ഇതാണ്, എനിക്ക് ഒരേ നീളത്തിലുള്ള 4 വശങ്ങളുണ്ട്. കുട്ടികളുടെ മിഠായികളൊക്കെ പലതും ഇവൻ്റെ ഷേപ്പിലാണ് എന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ ലിസണിങ് ടു ദിസ്, അത് കേട്ടിട്ട് ട്രയാങ്കിൾ സെഡ് ഇൻ എ ലൗഡ് വോയിസ്. ഈ ത്രികോണത്തിന് അങ്ങ് ദേഷ്യം വന്ന് കാണുമില്ലേ, അവൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടിരുന്നുകൊണ്ട് ആഫ്റ്റർ ലിസണിങ് ടു ദിസ്, ഇത് ശ്രദ്ധിച്ച് കേട്ടിരുന്നേച്ചേ. ട്രയാങ്കിൾ സെഡ് ഇൻ എ ലൗഡ് വോയിസ്, ത്രികോണം വലിയ ഒച്ചത്തിൽ വിളിച്ചു കൂവി. സെഡ് ഇൻ എ ലൗഡ് വോയിസ്,
ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ബെസ്റ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് മീ, വെറുതെ എൻ്റെ നേരം ഒന്ന് നോക്കി. ജസ്റ്റ് ലുക്ക് അറ്റ് മീ, എന്നെ ഒന്ന് നോക്കിക്കേ. ഐ ആം സോ ബ്യൂട്ടിഫുൾ, എന്നെ കണ്ട എന്തൊരു സുന്ദര. ഐ ഹാവ് 3 sides, എനിക്ക് 3 വശങ്ങളുണ്ട്. ചിൽഡ്രൻ യൂസ് മീ ടു ഡ്രോ മൗണ്ടൻസ്. കണ്ടോ, മൗണ്ടൻസ് ഒക്കെ വരയ്ക്കാൻ കുട്ടികളെ എന്നെ ഉപയോഗിക്കുന്നത്. കൊച്ചുകുട്ടികൾ മൗണ്ടൻ വരച്ചത് ഊണം പോലെ ഇരിക്കുന്ന പറയുന്നത്. ഐ ആം സോ ബ്യൂട്ടിഫുൾ, ഐ ഹാവ് 3 sides, ചിൽഡ്രൻ യൂസ് മീ ടു ഡ്രോ മൗണ്ടൻസ്. അങ്ങനെയാണോ നിങ്ങളൊക്കെ മൗണ്ടൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ 3 വശങ്ങളുമായിട്ടാണ് വരയ്ക്കുന്നത്. ദേ എൻജോയ് മെനി യമ്മി സ്നാക്സ് ഇൻ മൈ ഷേപ്പ്, പല രുചിയുള്ള സ്നാക്സും എൻ്റെ രൂപത്തിലാണ് കഴിക്കുന്നത്. സോ ഐ ആം ബെസ്റ്റ്, അതുകൊണ്ടാണ് ഐ ആം ദി ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഐ ആം ദി ബെസ്റ്റ് എന്നാരാ പറഞ്ഞത് എന്ന് ത്രികോണം പറഞ്ഞു. ലിസണിങ് ടു ദി അതർ 3 friends, മറ്റ് 3 സുഹൃത്തുക്കളും പറയുന്ന കേട്ടിട്ട് റെക്റ്റാങ്കിൾ ലാഫ്ഡ്, റെക്റ്റാങ്കിൾ ചിരിച്ചു. ലാഫ്ഡ് അലൗഡ്, ഉച്ചത്തിൽ ചിരിച്ചത്. ഓഫ് കോഴ്സ് നോട്ട്, തീർച്ചയായിട്ടും അല്ല. നോ വൺ ക്യാൻ ബി ബെറ്റർ ദാൻ മീ, ആരും എന്നേക്കാളും മിടുക്കരല്ല എന്ന് പറഞ്ഞു. ആരും എന്നേക്കാളും മിടുക്കരല്ല. നോ വൺ ക്യാൻ ബി ബെറ്റർ ദാൻ മീ, ആർക്കും എന്നേക്കാളും മിടുക്കനാകാൻ പറ്റില്ല. ഐ ഹാവ് 4 sides, എനിക്ക് 4 സൈഡുകളുണ്ട്, 4 വശങ്ങളുണ്ട്. ദർ ആർ 2 are equally long, 2 എണ്ണത്തിന് ഒരേ നീളമാണ്. ആൻഡ് 2 are equally short, 2 വശങ്ങൾ ഒരുപോലെ നീളം കുറഞ്ഞവയാവാം. ഈക്വലി ഷോർട്ടാണ്, ഒരേപോലെ നീളം കുറഞ്ഞവരാണ്. ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ, എന്നെ കണ്ടാൽ നല്ല ഭംഗിയല്ലേ. ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ, എന്നെ കണ്ടാൽ വളരെ ഭംഗിയാണ്. ചിൽഡ്രൻ എൻജോയ് ബിസ്ക്കറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് ഇൻ റെക്റ്റാങ്കുലർ ഷേപ്പ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുട്ടികളൊക്കെ ദേ എൻജോയ് ബിസ്ക്കറ്റ് ആൻഡ് ചോക്ലേറ്റ്സ് ഇൻ റെക്റ്റാങ്കിൾ ഷേപ്പ്, അവർ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ചോക്ലേറ്റുകൾ, മിഠായി, ബിസ്ക്കറ്റുകളും കഴിക്കുന്നു. കുട്ടികളെന്താ കഴിക്കുന്നത്? ദേ എൻജോയ് ബിസ്ക്കറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് ഇൻ റെക്റ്റാങ്കുലർ ഷേപ്പ്, ബിസ്ക്കറ്റുകളും ചോക്ലേറ്റുകളും ഒക്കെ കഴിക്കും റെക്റ്റാങ്കുലർ ഷേപ്പിൽ. ദേ ഓൾസോ യൂസ് സോ മെനി തിങ്സ് ഇൻ മൈ ഷേപ്പ്, ദേ ഓൾസോ യൂസ് സോ മെനി തിങ്സ് ഇൻ മൈ ഷേപ്പ്, എൻ്റെ ഷേപ്പിലുള്ള കുറേ കാര്യങ്ങൾ, സോ മെനി തിങ്സ്, അവർ വളരെയധികം കാര്യങ്ങൾ, വസ്തുക്കൾ എൻ്റെ ഷേപ്പിലുള്ള ഉപയോഗിക്കുന്നുണ്ട്. ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും ബെസ്റ്റ്. സെഡ് ദി റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിൾ പറഞ്ഞു. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നൗ, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നൗ, ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ദ ഫ്രണ്ട്സ് കുഡ് നോട്ട് ഡിസൈഡ് ഹൂ ആർ ദ ബെസ്റ്റ്, ഫ്രണ്ട്സിന് അങ്ങനെ തീരുമാനിക്കാൻ പറ്റിയില്ല ആരാണ് ബെസ്റ്റ് എമംഗ് ദം എന്ന്, അവരുടെ ഇടയിലുള്ള ഏറ്റവും മിടുക്കൻ ആരാണെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല. ദ ഡിസൈഡഡ് ടു ആസ്ക് ദ ഫസ്റ്റ് പേഴ്സൺ ദേ മീറ്റ്, അവർ തീരുമാനിച്ചു ഇനി വരുന്ന ആദ്യത്തെ ആളോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ദ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു, ടു ആസ്ക് ദ ഫസ്റ്റ് പേഴ്സൺ ദേ മീറ്റ്, അവർ കാണുന്ന ആദ്യത്തെ വ്യക്തി ആരാണ് അവരോട് ചോദിക്കാമെന്ന് വെച്ചു. ആഫ്റ്റർ സം ടൈം ദേ മെറ്റ് എ സ്റ്റാർ, അത് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാറിനെ കണ്ടു. ദേ സ്റ്റോപ്ഡ് ഹെർ ആൻഡ് ടോൾഡ് ഹെർ ഓഫ് ദിയർ ഫൈറ്റ്, അവളെ നിർത്തിയിട്ട് അവരുടെ ഫൈറ്റിനെ പറ്റി പറഞ്ഞു. ദേ ആസ്ക്ഡ് ഹെർ ടു ഡിസൈഡ് ഹു ആർ ദ ബെസ്റ്റ് എമംഗ് ദം, അവളോട് ചോദിച്ചു നീ ഒന്ന് പറയ്, ഡിസൈഡ് ചെയ്യ്, തീരുമാനിക്കുക. ഹൂ വാസ് ദ ബെസ്റ്റ് എമംഗ് ദം, ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും ബെസ്റ്റ് ആരാണെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. ആരോടാ ചോദിച്ചേ? സ്റ്റാറിനോടാ ചോദിച്ചത് കേട്ടോ. ദി സ്റ്റാർ വാസ് വൈസ്, സ്റ്റാർ നക്ഷത്രം അല്ലേ, വാസ് വൈസ്, അവൻ ബുദ്ധിയുള്ളവനായിരുന്നു. ഷീ ലുക്ക്ഡ് ഔട്ട് അറ്റ് ഓൾ ഓഫ് ദം, അവൻ അവരെ എല്ലാവരെയും നോക്കി. ഷീ തോട്ട് ഫോർ എ വൈൽ, കുറച്ച് നേരം ആലോചിച്ചു. ദെൻ ഷീ സെഡ്, എന്നിട്ട് അവൾ പറഞ്ഞു, ഓൾ ഓഫ് യു ആർ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. ദെൻ വൈ ഷുഡ് യു ഫൈറ്റ്, പിന്നെ എന്തിനാ നിങ്ങൾ മത്സരിക്കുന്നത്? ലെറ്റ് മീ ടെൽ യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു ഇമ്പോർട്ടൻ്റുള്ള കാര്യം ഞാൻ പറയാം, അതിന് നിങ്ങൾ എന്നെ അനുവദിക്കുക. ലെറ്റ് മീ ടെൽ യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാൻ എന്നെ അനുവദിക്കുക. ഡു യു നോ വാട്ട് യു കുഡ് ഡു ഇഫ് യു ആർ ടുഗെദർ, ഡു യു നോ, നിങ്ങൾക്കറിയാമോ? വാട്ട് യു കുഡ് ഡു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നെന്ന്? ഇഫ് യു ആർ ടുഗെദർ, നിങ്ങൾ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ
നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയാമായിരുന്നു എന്ന് പറയാമോ? യു കുഡ് ക്രിയേറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ആൻഡ് പാറ്റേൺസ്. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും മനോഹരമായ പടങ്ങളും പാറ്റേണുകളും ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ജസ്റ്റ് ലുക്ക് അറൗണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ചുറ്റും നോക്കിയേ. ജസ്റ്റ് ലുക്ക് അറൗണ്ട്. ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് ഒന്ന് നോക്കിയേ. വി ഫൈൻഡ് അമേസിങ് ഡിസൈൻസ്. നമുക്ക് നല്ല അത്ഭുതപ്പെടുത്തുന്ന ഡിസൈനുകളൊക്കെ കാണാൻ കഴിയുന്നില്ലേ? ആൻഡ് തിങ്സ് ഇൻ ഓൾ ഷേപ്സ്. എല്ലാ ഷേപ്പുമുള്ള വസ്തുക്കളെയും കാണാൻ പറ്റുന്നില്ലേ? സോ സ്റ്റോപ്പ് ഫൈറ്റിങ്. അതുകൊണ്ട് നിങ്ങൾ ഈ വഴക്കൊന്ന് നിർത്ത്, ഈ മത്സരവും നിർത്ത്. ടുഗദർ വി ഓൾ ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. നമ്മളെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഒന്നിച്ച് നിന്നാൽ നമുക്ക് ടുഗദർ വി ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. ഒന്നിച്ച് നിന്നാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. ദ ഫ്രണ്ട്സ് റിയലൈസ്ഡ് ദെയർ മിസ്റ്റേക്ക്. സുഹൃത്തുക്കൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. ആൻഡ് പ്രോമിസ്ഡ് ഈച്ച് അതർ. അവർ അന്യോന്യം പ്രോമിസ് ചെയ്തു ദാറ്റ് ദേ കുഡ് നെവർ ഫൈറ്റ് അഗെയിൻ. എന്താ പറഞ്ഞത്? ഇനി മേലെ ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. ദ റിമൈൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ അവർ. അവരെക്കാലവും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടോ? ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യണേ. കേട്ടോ?